അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷൻ്റെ വീഡിയോ ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മുടെ 100 എവിക്റ്റ് ആവുന്ന വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതനുസരിച്ച് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഈ ആഴ്ച ടോപ്പ് 5-ൽ എത്താമെന്ന നിങ്ങളുടെ ആഗ്രഹം സാധീകരിക്കാതെ ഒരാൾ ഇപ്പോൾ ഈ നിമിഷം ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയുമെന്നാണ് പറയുന്നത്. നാളെ രാവിലത്തെ ലൈവിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. രാവിലെ ഏകദേശം അറൗണ്ട് ഒരു 10-11 മണിക്കകത്തുള്ള ലൈവിലായിരിക്കും ഈ എവിക്ഷൻ പ്രക്രിയ നടക്കുക. അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ അനൗൺസ് ചെയ്യുന്നു, ടോപ്പ് 5-ൽ എത്താൻ സാധിക്കാതെ ഇപ്പോൾ ഒരാൾ ഈ വീട്ടിൽ നിന്ന് വിട പറയും. അത് ആരാണെന്ന് അറിയാം, കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരോടും ആക്ടിവിറ്റി ഏരിയയിൽ ഗാർഡൻ ഏരിയയിൽ വരാൻ പറയുന്നു. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ വന്നതിന് ശേഷം അവരുടെ പിക്ചറുള്ള പസിൽ കാർഡ് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പസിൽ കാർഡ് നിർമ്മിക്കുമ്പോൾ ഒരാളുടെ പസിൽ കാർഡ് മാത്രം കൃത്യമായി യോജിക്കാൻ പറ്റാതെ വരുന്നു. അതായത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റാതെ വരുന്ന ആ ഒരാൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുമെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. അതനുസരിച്ച് എല്ലാ ആൾക്കാരും, നമ്മുടെ അനുമോളും മനീഷും ഷാനവാസും അക്ബറും നൂറയും നെവിനും ഇവരെല്ലാവരും ഗാർഡൻ ഏരിയയിൽ നിന്ന് തങ്ങളുടെ ചിത്രമുള്ള പസിൽ ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. അതിൽ എല്ലാവരുടെ പസിലും കറക്റ്റായി കിട്ടുമ്പോൾ നൂറയുടെ പസിൽ മാത്രം കറക്റ്റായി നൂറയുടെ മുഖം ഒട്ടിക്കാൻ പറ്റാതെ വരികയും എത്ര ശ്രമിച്ചിട്ടും അത് പറ്റാതാവുകയും ചെയ്യുന്നു. ഉടനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, നൂറ നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്തായിരിക്കുകയാണ്. പ്രധാന വാതിൽ വഴി എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തു വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതനുസരിച്ച് നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. നൂറയുടെ എവിക്ഷൻ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ നേരത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ടോപ്പ് 5 പേര് മാത്രമായി അവശേഷിക്കുന്നു. അവരായിരിക്കും ഇത്തവണ ബിഗ് ബോസിലേക്ക് ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് പോവുക. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.